ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൊഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴതോരും മുമ്പ് സീരിയലിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കേട്ടാലോ. നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ സ്റ്റാൻലിയുടെ ആ രംഗപ്രവേശനമൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇനി ഈ വീരനായി ഇരിക്കുന്ന സ്റ്റാൻലി, കേണൽ സ്റ്റാൻലി ചില സത്യങ്ങൾ, ഞെട്ടിക്കുന്ന ചില സത്യങ്ങളൊക്കെ അറിയാൻ പോവാണ് അല്ലേ. നമ്മുടെ ബാലചന്ദ്രൻ്റെ വായിൽ നിന്നും തൻ്റെ ജീവിതത്തിൽ താൻ ഓർക്കാൻ പേടിയാവുന്ന, അല്ലെങ്കിൽ താൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ ബാലചന്ദ്രൻ്റെ വായിൽ നിന്നും കേൾക്കുകയും അതിൽ നിന്നും താൻ ഞെട്ടിക്കുന്ന ഒരു രഹസ്യം, അതായത് താൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ബാലചന്ദ്രൻ്റെ വായിൽ നിന്നും കേൾക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ പ്രൊമോ വീഡിയോസ് ഒക്കെ കേൾക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ വെച്ചോളൂ കേട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് കേൾക്കുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ സ്റ്റാൻലിയോട് നമ്മുടെ വൈജയന്തി കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ നായരുടെ മകൾ വൈജയന്തി അറിയുമെന്ന് ചോദിക്കുകയാണ്. ഒരു ഞെട്ടലോടുകൂടിയാണ് നമ്മുടെ സ്റ്റാൻലി ആ വാക്കുകൾ ചെവിയിലോട്ട് കേൾക്കുന്നത്. ഒരു എന്താ പറയണ, ഒരു ഇടി വെട്ടി കണക്ക് എന്തോ ഒരു അത്രയ്ക്കൊരു ഞെട്ടിക്കുന്നൊരു കാര്യമായിരുന്നു പറഞ്ഞത്. കാരണം വെറും ബാലചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു വന്നപ്പം സ്റ്റാൻലിക്ക് അത്ര വലിയ പിടുത്തമില്ല. പക്ഷേ വൈജയന്തി, തൻ്റെ ജീവിതത്തിൽ മരണം വരെയും മറക്കാത്തൊരു പേരാണല്ലേ വൈജയന്തി. തൻ്റെ മുൻ കാമുകിയായിരുന്ന വൈജയന്തി അല്ലേ. സത്യം പറഞ്ഞാൽ സ്റ്റാൻലിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും 2 മക്കളുമാണ്. പക്ഷെ അവർ സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. കാരണം എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ അവർ ഒരുമിച്ചല്ല അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. അവർ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ ജീവിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ വൈജയന്തിയെ കുറിച്ച് പറഞ്ഞ് ഞെട്ടലോടെ നമ്മുടെ സ്റ്റാൻലി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സ്റ്റാൻലി ചോദിച്ചു, സ്റ്റാൻലിയുടെ ഗാംഭീര്യത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. ആ ഗാംഭീര്യത്തോടു കൂടെ തന്നെ ചോദിച്ചു, ഇത്രയും നാളും വൈജയന്തിയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വൈജയന്തിയുടെ ആങ്ങളമാരോ ഒരാൾ പോലും ഈ 10-22 വർഷത്തിനകത്ത് എന്നെ തേടി വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നത്? അതായത് എൻ്റെ ഭാര്യയാണ് വൈജയന്തി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി കേട്ടോണ്ട് നിൽക്കുകയാണ്. അതെ, എനിക്കും വൈജയന്തിക്കും എൻ്റെ രക്തത്തിൽ പിറന്ന 3 മക്കളുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് സ്റ്റാൻലി ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അതൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിനാണ് എന്നോട് വന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, അത് പറയാനുള്ള കാരണമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ആഗ്രയിൽ നിങ്ങൾ വൈജയന്തി ജോലിയായിട്ട് താമസിച്ചിരുന്ന സമയത്തും നിങ്ങൾ പട്ടാളത്തിലായിരുന്ന സമയത്തും നിങ്ങൾ 6 മാസത്തോളം നിങ്ങളൊരു വീട് വാടകയ്ക്കെടുത്ത് ഒരുമിച്ച് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞു. അതിൽ നിങ്ങളുടെ ഒരു ജീവൻ വൈജയന്തിയുടെ വയറ്റിൽ തുടിച്ചു എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലിയും ഞെട്ടിത്തെറിക്കാൻ കേട്ടോ. ഒരു ഇടിവെട്ട് ബോംബ് വീണ കണക്കുള്ള ഞെട്ടലോടെയാണ് സ്റ്റാൻലി ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, ആ കഥകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ സ്റ്റാൻലി, ശരിയാണ്, എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടോടു കൂടെ തന്നെ ബാലചന്ദ്രൻ്റെ മുന്നിൽ സ്റ്റാൻലി നെടുവീർപ്പോടെ ഒരു ഞെട്ടിക്കുന്ന നമ്മളൊരു ഷോക്ക് ഓടുകൂടി നിൽക്കുന്ന പെട്ടെന്ന് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ വരുന്ന ഷോക്കോടുകൂടി സ്റ്റാൻലി അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ സ്റ്റാൻലി അപ്പോൾ തന്നെ പറഞ്ഞു, മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഞാനും വൈജയന്തിയും ആ ഒരു ജീവിതം നയിച്ചു. അതിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് വൈജയന്തിയുടെ പ്രസവത്തോടു കൂടി മരണപ്പെട്ടു എന്നുള്ളത് ഹോസ്പിറ്റലിൽ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. കാരണം എന്നെയും വൈജയന്തിയെയും തമ്മിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കൈതക്കൽ വീട്ടിലെ കുഞ്ഞിരാമൻ നായരോ അല്ലെങ്കിൽ ഗംഗാധരനോ അവളെയോ സമ്മതിച്ചിട്ടില്ലായിരുന്നു. കാരണം ഈ ഒരു കഥയിലെ നിങ്ങൾക്കറിയുള്ളൂ, ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞു മരണപ്പെട്ടു എന്നുള്ളത്. ആ കഥയ്ക്ക് അപ്പുറം ഞാൻ അനുഭവിക്കേണ്ടി വന്ന തീവ്രമായ ചില കാര്യങ്ങളും കഥകളൊന്നും നിങ്ങൾക്കറിയില്ല. കാരണം വൈജയന്തിയെ സ്വന്തമാക്കാൻ ഞാൻ
ആവുന്നത്ര ഞാൻ പരിശ്രമിച്ചതാണ്. പക്ഷേ എനിക്ക് അവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യം പറയണ. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, മിസ്റ്റർ സ്റ്റാൻലി, നിങ്ങളിപ്പോൾ പറഞ്ഞുവല്ലോ ഒരു കഥ, നിങ്ങൾക്ക് വൈജയന്തിയിലുണ്ടായ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന്. അപ്പോൾ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ആ കഥകൾ പറയണ. വീണ്ടും നമ്മുടെ സ്റ്റാൻലി ഞെട്ടിത്തെറിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ആ കുഞ്ഞ് മരിച്ചിട്ടില്ല, ആ കുഞ്ഞ് ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ടെന്ന്. ഒരു ഇടി വന്ന് വീഴുന്ന കണക്കുള്ള ഒരു ഇതിലാണ് ബാലചന്ദ്രൻ ആ കാര്യം പറയുന്നത്. ഇതും നെഞ്ചിൽ തറച്ച കണക്കാണ് സ്റ്റാൻലി മനസ്സിലാക്കുന്നത്. എന്നിട്ട് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോലും അറിയില്ലായിരിക്കാം, പക്ഷേ 22 വർഷത്തോളം ഈ കൈതക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമനും വൈജയന്തിയുടെ ആങ്ങളമാരും കൂടെ എന്നെ പറ്റിച്ച് അവളെ എൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന സമയത്ത് വെറും ചണ്ടിയായിട്ടാണ് ഞാൻ ജീവിച്ചത് ഇത്രയും നാളും. പക്ഷേ ആ കുഞ്ഞ് ഇന്ന് എൻ്റെ കൺമുന്നിൽ എൻ്റെ വീട്ടിലുണ്ട്. നിങ്ങളുടെയും, അതായത് കേണൽ സ്റ്റാൻലിയുടെയും വൈജയന്തിയുടെയും മകൾ അലീന എൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളത്. അതായത് വൈജയന്തിയുടെ അച്ഛൻ തന്നെ കുഞ്ഞിരാമൻ നായർ മരിക്കുന്നതിന് മുന്നേ ആ കുട്ടീനെ പോയി സ്നേഹനികേതം എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നും ആ കുട്ടിയെ കൊണ്ടുവരികയും ഒരു ഹോം നേഴ്സായിട്ട് വീട്ടിൽ നിർത്തി. അയാൾ മരിച്ചു, എന്നിട്ട് വൈജയുടെ അച്ഛൻ മരിച്ചു. അതിനുശേഷമാണ് ആ കഥകളൊക്കെ ഞാൻ അറിയുന്നത്, സത്യമായ കഥകൾ. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും ഞാനിത് വിശ്വസിക്കുന്ന കാര്യമല്ല, നിങ്ങൾക്ക് അതിന് തെളിവൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത്, എന്ത് തെളിവാണ്? ജീവിച്ചിരിക്കുന്നവരെക്കാൾ വലിയൊരു തെളിവ് മിസ്റ്റർ സ്റ്റാൻലിക്ക് വേണോന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. സ്റ്റാൻലിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ ഗാംഭീര്യമുള്ള സൗണ്ടൊക്കെ താന്നുപോയി. സ്റ്റാൻലിക്ക് എന്താണ് ഇപ്പൊ എന്താ സംഭവിക്കണേന്ന് കൂടി സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ സ്റ്റാൻലി അവിടെ ഒഴിച്ചു വെച്ചിരുന്ന കുറച്ച് മദ്യം മിസ്റ്റർ ബാലചന്ദ്രൻ, ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ, കാരണം വെച്ചാൽ പുള്ളിക്ക് പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ ആ മദ്യം കുടിക്കുകയാണ്. ബാലചന്ദ്രൻ അതൊക്കെ ഒരു ഇതായിട്ട് എന്നെ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. എന്നിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതൊക്കെ സത്യമാണോ ബാലചന്ദ്രൻ നിങ്ങൾ ഈ പറയുന്നത്? അതെ, സത്യം, പച്ചയായ സത്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അതായത് അലീന എന്ന് പറയുന്ന, നിങ്ങൾക്കും വൈജയന്തിക്കും ഉണ്ടായ അലീന എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ, നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി, എനിക്ക് ഒരു നിർബന്ധവുമില്ല. കാരണം എൻ്റെ നിസ്സഹായ അവസ്ഥ കാരണം ഇന്നും വൈജയന്തിക്കറിയില്ല അവളുടെ മകളാണ് ആ വീട്ടിൽ നിൽക്കുന്ന അലീന എന്നുള്ളത്. അവളോട് പറഞ്ഞിട്ടില്ല സത്യം. ആ അലീന എന്ന് പറയുന്ന നിങ്ങളുടെ മകള് ഒരുപാട് വേദനകൾ അവൾ ഇത്രയും നാളുകൊണ്ട് അവൾ സഹിച്ചു. സ്വന്തം അമ്മയിൽ നിന്ന് പോലും ഒരുപാട് വേദനകൾ, വാക്കുകൊണ്ടും ഒക്കെ അവൾ ഒരുപാട് വേദനകൾ തിന്നു. പക്ഷെ ഇനി അവളെ അങ്ങനെ എനിക്ക് നിർത്താൻ പറ്റില്ല. അവളെ സുരക്ഷിതമായിട്ട് ഒരു കൈകളിൽ ഏൽപ്പിക്കണം. നിങ്ങൾ അതിന് തയ്യാറാണോ എന്നുള്ളത് എനിക്കറിയണം. ഈ സത്യങ്ങളൊന്നും ഞാൻ വൈജയന്തിയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അലീന എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ആ സത്യം വൈജയന്തി അറിയും എന്നുള്ളതും കൂടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഈ ടോക്ക് എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മൾ വാഗൊണ്ട് അങ്ങനെ ഇങ്ങനെ പറയുന്ന പോലെയല്ല. നമ്മൾ ആ എപ്പിസോഡിൽ നമ്മളത് കാണണം. ഭയങ്കര ഒരു എന്താ പറയണ, റിയൽ ആയിട്ടുള്ള ഇത് ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. കാരണം നമ്മളൊന്ന് സ്വയം ആലോചിച്ച് നോക്കി, നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് അങ്ങനെ അതെനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു, അതിലൊരു കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ് സ്റ്റാൻലിയുടെ ഒരു വിശ്വാസം. പക്ഷെ ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, 22 വയസ്സായ ഒരു കുട്ടിയായി ജീവിച്ചിരിക്കണു എന്ന് കേൾക്കുമ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമല്ലേ, നമുക്ക് ഉൾക്കൊള്ളാൻ ഒരിക്കലും പറ്റാത്തൊരു കാര്യമായിപ്പോയി. അങ്ങനെ ആ കഥകളെല്ലാം ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആകെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി പോവാണ്. സ്റ്റാൻലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം എന്തായാലും ബാലചന്ദ്രൻ പറഞ്ഞു, എനിക്ക് അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ യാതൊരു ഇഷ്ടമല്ല. എൻ്റെ മകളായിട്ട് എന്നെ അച്ഛാന്നാണ് വിളിച്ച് അവൾ നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ മകൾ, എൻ്റെ മൂത്ത മകളാണ്. അവളെ ഞാൻ ആ രീതിയിലാണ് ഞാൻ അവൾക്ക് സ്വാതന്ത്ര്യവും അവൾക്ക് സ്നേഹവും ലാളനവും ഒക്കെ ഞാൻ കൊടുക്കുന്നത്. അവളെ എനിക്ക് നിങ്ങളിലേക്ക് പറിച്ചു നടാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ എൻ്റെ ഒരു
എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം നിങ്ങൾ പറയണം. ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരാം. നിങ്ങൾ ആലോചിച്ചിട്ട് ഇതിനൊരു വേണ്ട തീരുമാനം പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമ്മളെ വൈജയന്തിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. വൈജയന്തി അറിയുന്നുണ്ട് നമ്മുടെ അലീനയും ബബിതയും കൃഷ്ണമോളും രോഹിത്തൊക്കെ തിരിച്ച് രേവതിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് എത്തിയതും ഒക്കെ അറിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ശിവശങ്കറിനും അതുപോലെ തന്നെ ഗംഗാധരനും ഒക്കെ നമ്മുടെ സ്റ്റാൻലിയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതായത് ശിവശങ്കരൻ പറയുന്നുണ്ട്, ഗംഗേട്ട അപ്പോൾ ഇക്കണക്കിനാണെങ്കിൽ മിക്കവാറും ബാലചന്ദ്രൻ സ്റ്റാൻലി ഇപ്പോൾ കണ്ടു കാണും. അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, കണ്ടു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാണ് ശിവ. കാരണം വേറൊന്നുമല്ല, ഈ കഥകളൊക്കെ സ്റ്റാൻലി അറിയും. സ്റ്റാൻലി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റാൻലി പാലയിൽ വരികയും ചെയ്യും, വൈജയന്തിയെ കാണുകയും ചെയ്യും. അത് പിന്നീട് വലിയ വലിയ വിഷയങ്ങളിലോട്ട് എത്തുകയും ചെയ്യും എന്നുള്ളത് പറയണം. അതായത് ഗംഗാധരനും ശിവശങ്കരനും ഭയങ്കര ടെൻഷനാണ്, ഇത് എന്ത് ചെയ്യും, ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. കാരണം അപ്പം ശിവശങ്കരൻ തന്നെ ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഈ കുട്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഗംഗേട്ട വൈജയന്തിനെ വേറൊരു വിവാഹം കഴിപ്പിച്ച് വേറൊരു ലൈഫിലോട്ട് തള്ളി നീക്കിയത്? അപ്പൊ ഗംഗാധരൻ ശിവശങ്കരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ അന്നൊക്കെ അച്ഛനൊക്കെ പറയുന്നത് അമ്മാവന്മാർ പറയുന്നതിന് അപ്പുറം നമുക്കൊരു വാക്കില്ല, അവര് പറയുന്നതിനാണ് മുൻതൂക്കം, നമുക്ക് അങ്ങനെ എതിർത്ത് പറയാനോ ഒന്നും പറ്റില്ല. വൈജയുടെ നിസ്സഹായാവസ്ഥ അന്ന് അത് തന്നെയായിരുന്നു. പക്ഷെ വൈജ തളർന്നു പോയത് കുഞ്ഞു മരണപ്പെട്ടു എന്നുള്ള കാര്യം കൺഫേമായി അറിഞ്ഞതിന് ശേഷമാണ് വൈജയ്ക്ക് പിന്നെ, അല്ലെങ്കിൽ കുഞ്ഞു ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും വൈജ ബാലചന്ദ്രനെ കല്യാണം കഴിക്കില്ല. പക്ഷെ കുഞ്ഞു മരണപ്പെട്ടു എന്നുള്ളതാണ് അന്ന് അച്ഛനും അമ്മാവനും ഒക്കെ പറഞ്ഞൊരു കഥ. സത്യം പറഞ്ഞാൽ അതേ ഞങ്ങൾക്കും അറിയാമായിരുന്നുള്ളൂടാ ശിവാന്ന് ഗംഗാധരൻ പറയണം. അപ്പൊ ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കമല എവിടെയോ ഒരു അച്ചിരിയൊക്കെ ആയിട്ട് കിട്ടി. പക്ഷേ കമലയ്ക്ക് അത് ഫുള്ളായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തത് അങ്ങോട്ട് യോജിപ്പിച്ച് വായിക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഗംഗാധരൻ കമലയുടെ ഈ ഒളിച്ചു നിപ്പ് കണ്ടപ്പോൾ ചോദിച്ചു, എന്താ കമല നീ അവിടെ നിൽക്കണേ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചോദിക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കമല പറഞ്ഞു, ഒന്നുമില്ല, അല്ല നിങ്ങൾ ഈ ഒളിച്ചും പാത്തും ഒക്കെ എന്നെ ഈ പറയണതെന്നുള്ളത് എനിക്ക് മനസ്സിലാവണ്ടേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാവരും ഉള്ളപ്പോഴൊക്കെ പറഞ്ഞൂടെ എന്ന രീതിയിലും കമല പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീണ്ടും സ്റ്റാൻലിയും ഗംഗാധരനെയാണ്. അങ്ങനെ ഗംഗാധരന്റെ നമ്മുടെ ബാലചന്ദ്രനെയും സ്റ്റാൻലിയാണ് ലാസ്റ്റ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ട്, അതായത് അലീനെ ചുമ്മാ ഒരു അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കല്ല, അവളുടെ ജീവിതത്തിന് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനും അവൾക്ക് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു നിർബന്ധവും എനിക്ക്. പക്ഷെ നിങ്ങളെ അറിയിക്കണം അവളുടെ അച്ഛൻ ആരാണെന്നും ആ അച്ഛൻ്റെ സ്നേഹമൊക്കെ അവൾ അറിയണം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ തേടി വന്നതും ഈ കഥ നിങ്ങളെ അറിയിച്ചത്. നിങ്ങൾക്ക് തിരക്കാം, അന്വേഷിക്കാം, നിങ്ങൾക്ക് ഉചിതമായ ഒരു തീരുമാനം എടുക്കാം. ഈ നമ്പറിൽ എന്നെ വിളിക്കാൻ പറഞ്ഞ് വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി അത് മേടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് സ്റ്റാൻലിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സീനാണ് കാണിച്ച് നിർത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ, നമ്മുടെ അലീനയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നതെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാം. സ്റ്റാൻലിയുടെ ഈ ഒരു പുതിയ അറിവ് സ്റ്റാൻലി എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുമെന്നും ഇനി സ്റ്റാൻലിയുടെ കുടുംബത്തിൽ ഇതെന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. കാരണം വെച്ചാൽ സ്റ്റാൻലിയുടെ അച്ഛനും ഒക്കെ അറിയുമ്പോൾ അവരൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ വെട്ടൊന്നും മുറി രണ്ട് ക്യാരക്ടറായിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ഷെറിൻ്റെ ജീവിതം തന്നെ കണ്ടില്ലേ, ആ ഒരു രീതിയാണ്. അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ ഇനി ഏത് റൂട്ടിലോട്ടാണ് പോകുന്നതെന്നൊക്കെ അല്ലേ, നമുക്കൊരു ആകാംക്ഷയൊക്കെ ഉണ്ട് എല്ലാവർക്കും അല്ലേ. എന്തായാലും നാളെ നമുക്ക് മറ്റന്നത്തെ പ്രൊമോ ആയിട്ട് നാളെ വരുന്നവരേക്കും ഒരു കുഞ്ഞു കാത്തിരിപ്പ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.